നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻവയിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ കഴിയും. കമ്പ്യൂട്ടറിലേതിനേക്കാളും കൂടുതൽ ഈസിയാണ് മൊബൈലിലുള്ളത്. പക്ഷേ പല ആളുകൾക്കും അതൊരു പേടിയാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ടൂൾസ് ഉപയോഗിക്കാനൊക്കെ പ്രയാസമാണോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ട്. വളരെ ഈസിയാണ്. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ബർത്ത്ഡേ പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് രീതിയിൽ നമുക്ക് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റം സെറ്റ് ചെയ്യാം. ഒന്ന്, ഇവിടെ പ്ലസ് എന്നുള്ള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കസ്റ്റം സൈസ് എന്ന് കൊടുത്തിട്ട് പിക്സലാണോ, സെൻറ്റിമീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ, ഇഞ്ചാണോ വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇവിടെ വിഡ്ത്തും ഹൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാം. അത് നമുക്കിവിടെ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ആഡ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടത് പോസ്റ്റാണ്. അപ്പോൾ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു പോസ്റ്റ് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപമാണ് വരിക. അവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് കാണാം, അതെടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാം. ഇതിനാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്ക് ടെംപ്ലേറ്റ്സ് എന്താണെന്ന് അറിയില്ല. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈൻസിൻ്റെ മോഡലുകളാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് രണ്ട് രൂപത്തിലുള്ള ടെംപ്ലേറ്റ്സ് കാണാം. ഒന്ന് എജു എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ താഴെ കാണാം നിങ്ങൾക്ക് എജു ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ലേണിംഗ് കോഴ്സ് എന്നുള്ളത് എജു അല്ലാത്തതാണ്. ഇത് പ്രീമിയം അല്ല, അത് ഫ്രീ ആണ്. അത് ആർക്കും ഉപയോഗിക്കാം, പണം നൽകാതെ ആർക്കും ക്യാൻവയിൽ ഉപയോഗിക്കാം. നേരെ മറിച്ച് എജു എന്നുള്ളതാണെങ്കിൽ അത് പണം നൽകി. ഇപ്പോൾ നമ്മളൊക്കെ പണം കൊടുത്തിട്ട് പ്രീമിയം എടുത്തവരാണ്, ചെറിയ പൈസ ഉള്ളൂ, അതെടുത്തവരാണ്. നിങ്ങൾക്ക് പ്രീമിയം വേണമെങ്കിൽ 199 രൂപക്ക് പ്രീമിയം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ തരുന്നതാണ്. അത് ഇടയിൽ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്രീമിയം ആയിട്ടുള്ളതാണ് വേണ്ടതുണ്ടെങ്കിൽ പ്രീമിയം എടുക്കാം, അല്ലാത്ത വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതെല്ലാതും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേൻ്റെയാണ് വേണ്ടതുണ്ടെങ്കിൽ ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുക്കുക. എന്തും അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ചുള്ളത് അവിടെ വരും. ബർത്ത്ഡേ എന്ന് അടിച്ചു കൊടുത്താൽ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ഹാപ്പി ബർത്ത്ഡേ എന്ന് വന്നു. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേക്കുമായി സ്യൂട്ടായിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ ഇവിടെ വരും. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. അതിൽ പ്രീമിയം ഉണ്ട്, പ്രീമിയം അല്ലാത്തതുണ്ട്. ഇപ്പോൾ പ്രീമിയം ഏതാണ്, പ്രീമിയം അല്ലാത്ത ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ പ്രീമിയം ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതെടുക്കാം. ഇതെടുത്തു കഴിഞ്ഞു. ഇന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യാം? ഇത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ഇതിൽ കയറ്റാം, ഒഴിവാക്കാം, പിക്ചർ മാറ്റാമൊക്കെ ചെയ്യാം. പിക്ചർ മാറ്റാമെന്നുണ്ടെങ്കിൽ പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ അലോ ആക്സസ് കൊടുത്തിട്ട് നമുക്കിവിടെ പിക്ചർ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. നമ്മുടെ ഫോണിലുള്ള പിക്ചറാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സ് അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ഫയൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡിന് ചെയ്തുകൊണ്ട് അവിടെ കയറ്റി വെക്കാം. ഓക്കെ. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് ക്യാൻവയുടെ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടാവും. അതെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എലമെൻറ്റ്സ് അത് സെലക്ട് ചെയ്താൽ മതി. എലമെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് പിക്ചർ, അപ്പോൾ ക്യൂട്ട് ഗേൾ എന്നടിച്ചു കൊടുത്തു. ഒരു ക്യൂട്ട് ഗേളിൻ്റെ പിക്ചറാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഏത് തരത്തിലുള്ള പിക്ചറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഗ്രാഫിക്കാണ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഫോട്ടോസാണ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികളുടെ പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചറാണ് വേണ്ടതുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇതിൽ കൊടുത്താൽ അത് അതിൽ സ്യൂട്ടായി. ഓക്കെ. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വേറെ എടുത്താൽ മതി. ഈ കുട്ടിയുടെ പിക്ചറാണ് വേണ്ടതുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി ഇവിടെ ഹാപ്പി ബർത്ത്ഡേ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 പുള്ളി കൊടുക്കണം. ഉദാഹരണമാണ് പറയണത്, അത് കൊടുക്കാം. ഒക്കെ മാറ്റങ്ങൾ വരുത്താം. ഇനിയിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ്, വൈറ്റ് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കളർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഉണ്ടല്ലേ, കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ തന്നെ മാറ്റാം, എല്ലാം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇത് സെലക്ട് ചെയ്തു. ഇനി ഇതിൽ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ പോസ്റ്റ് ഇതിനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേരിപ്പോൾ ജോസഫ്, ഇതിവിടെ കൊടുത്തു.
ജോസഫ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് അത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് സൈസ് കൂട്ടാം. അതുപോലെ ഫോണ്ടിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോണ്ടിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് ഇവിടുന്ന് കളർ മാറ്റി കൊടുക്കാം. പല രീതിയിലുള്ള കളറുണ്ട്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കൊടുക്കാം, എല്ലാം മാറ്റി കൊടുക്കാം. ഇതാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബർത്ത്ഡേ പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി.